ഹായ് ഗേസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്ന് വെച്ചാൽ പാലക്കാടൻ സ്വന്തം വെണ്ടയ്ക്ക പുളിയാണ്. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻറ്റ് വെണ്ടയ്ക്ക, ഒരു പത്തോളം ചെറിയുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തക്കാളി, ഒരു മൂടി തേങ്ങ, ആവശ്യത്തിനുള്ള പുളി, കറിവേപ്പില എല്ലാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കടുക് ഇടുക. കടുകിട്ടതിന് ശേഷം കടുക് പൊട്ടി വരുന്നതിന് ശേഷം അതിലേക്ക് വെന്തയം ആഡ് ചെയ്യുക. അതിലേക്ക് കറിവേപ്പില കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കൂടെ അതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ അതിനെ വഴറ്റിയെടുക്കുക. നമ്മൾ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മുടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2-3 ചെറിയ ഉള്ളി കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മളുടെ വെണ്ടയ്ക്ക നല്ലതുപോലെ വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ആ വഴുവഴുപ്പെല്ലാം പോയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 10ഓളം ചെറിയ ഉള്ളി ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ആഡ് ചെയ്തതിന് ശേഷം അത് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോഴേക്കും നമ്മളുടെ മിക്സ് എല്ലാം, നമ്മളുടെ അരപ്പെല്ലാം റെഡി. നമ്മൾ പുളിയെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ അതിലേക്ക് തക്കാളി കൂടെ ആഡ് ചെയ്യുക. തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്ത് വരണേ. അപ്പോൾ അത് വെയിറ്റ് ചെയ്യുക, വെന്ത് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളി എല്ലാം വന്നതിന് ശേഷം നമ്മളിതിലേക്ക് മസാലയാണ് ആഡ് ചെയ്യുന്നത്. മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1.5 സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2.5 സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ അതിൻ്റെ പച്ച സ്മെല്ല് വാങ്ങുന്നത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഒന്ന് മൂത്ത് വരട്ടത്. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് ആ പുളിവെള്ളമാണ് ആഡ് ചെയ്യേണ്ടത്. നല്ലതുപോലെ പിഴിഞ്ഞ് പുളി 2 തവണ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പുളി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതാണ് ഇങ്ങനെയുള്ളൊരു കട്ടിയായിട്ടുള്ളൊരു ഗ്രേവിയാണ് വരുന്നത്. പക്ഷേ അതിലേക്ക് നമ്മൾ ഉപ്പ് കൂടെ ആഡ് ചെയ്യണം. അതിനുശേഷം നല്ലതുപോലെ വേകാൻ വെക്കണേ. നല്ലതുപോലെ വേകാൻ വെക്കണം. നല്ലതുപോലെ വെന്ത് എല്ലാതും പുളിപ്പെല്ലാം നല്ലതുപോലെ വെണ്ടയ്ക്കയിലേക്ക് പിടിച്ചതിന് ശേഷം ഞാൻ 5 മിനിറ്റോളം വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് ഒരു കുറുകി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ചെക്ക് ചെയ്യുന്നത്, എരിവ് ഉപ്പ് എല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മളുടെ തേങ്ങൻ്റെ അരപ്പാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നല്ലതുപോലെ പുളിപ്പ് ആയി നോക്കണം. രണ്ടും കൂടെ അതിന് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് പുളിപ്പും എരിവ് ഉപ്പ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. നമ്മളുടെ പാലക്കാടൻ വെണ്ടയ്ക്കാപ്പുളി റെഡി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.